ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 8-ാം തീയതി കേരള PSC നടത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതില് GKയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തതാര്? തന്നിരിക്കുന്നതില് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തതാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് ഉത്തരം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ്? BR അംബേദ്കർ ആയിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുള്ള ലക്ഷ്യപ്രമേയങ്ങളാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 25. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്താണ്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശമാണ് അല്ലെ? മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 25. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരിയല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. അത് ശരിയാണല്ലോ. അടുത്ത് നോക്കാം. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത്. ശരിയാണോ അത്? അല്ല, അത് തെറ്റാണ് അല്ലെ? തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗവർണർ എന്ന പദവിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയാണോ? അല്ല. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ആരെ നിയമിക്കുന്നത്? ഗവർണറെ നിയമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാക്കി രണ്ട് ഓപ്ഷൻസ് കൂടെ നോക്കാം. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. അത് ശരിയാണ്. അതുപോലെ ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ്. അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചത് തെറ്റായിട്ടുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32 ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് അല്ലെ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തതേത്? താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഓപ്ഷൻ എ സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ. ഓപ്ഷൻ ബി സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭാ രൂപീകരണം. ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്. ഓപ്ഷൻ ഡി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട്. കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് എയും ഡിയും ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എയും ഡിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭ്യമാക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? എത്രയാണ്? 30 ദിവസം അല്ലെ? ഓപ്ഷൻ എ 30 ദിവസം. അത് വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലോ 48 മണിക്കൂറിനുള്ളിൽ വിവരം ലഭ്യമാക്കണം. പൊതുകാര്യമാണെങ്കിൽ 30 ദിവസം, ജീവനെയും സ്വത്തിനെയും സംബന്ധിക്കുന്നതാണെങ്കിലോ 48 മണിക്കൂറിനുള്ളിലും വിവരം ലഭ്യമാക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഹീരാലാൽ സമരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാം? 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല എന്തെല്ലാം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക. അത് ശരിയാണ്. അടുത്തത്, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യസാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. ഓപ്ഷൻ സി, ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക. അത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാണ് അല്ലെ പറയുന്നത്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. അപ്പൊ ഏതൊക്കെയാണ്? എയും ബിയും ആണ് നമ്മുടെ ഉത്തരം അല്ലെ. ഓപ്ഷൻ എയും ബിയും വരുന്ന ഏതാണ്? ബി. അപ്പോ സുതാര്യവും ഉത്തരവാദിത്വപൂർണമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. ഇത് രണ്ടാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആര്? താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആര്? ആരാണ്? വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവാക്കളാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവാക്കളാണ് ദേശീയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര്? 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആരാണ്? ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ജില്ലാ മജിസ്ട്രേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കുറിച്യ കലാപം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്നതെന്നാ? 1812 കുറിച്യ കലാപം നടന്നത്. 1812 മെയ് 1 കുറിച്യ കലാപം ആരംഭിച്ചത്. അതുപോലെ 1812 മെയ് 8 ബ്രിട്ടീഷുകാർ കുറിച്യ ലഹള അടിച്ചമർത്തിയത്. രാമനമ്പി ആയിരുന്നു കലാപത്തിന് നേതൃത്വം നൽകിയത്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി. കുറിച്യ കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗങ്ങള് കുറിച്യരും കുറുമ്പരും. കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, അതുപോലെ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതൊക്കെയായിരുന്നു കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ, ആത്മോപദേശ ശതകം. ഓപ്ഷൻ ബി, അദ്വൈത ചിന്താ പദ്ധതി. ഓപ്ഷൻ സി, വേദാന്ത സംഗ്രഹം. ഓപ്ഷൻ ഡി, ദർശനമാല. ഏതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്തത്? അദ്വൈത ചിന്താ പദ്ധതി, വേദാന്ത സംഗ്രഹം. ബിയും സിയും ആണ്. ആൻസർ ഓപ്ഷൻ ബി വരും, ബി ആൻഡ് സി. ആത്മോപദേശ ശതകവും ദർശനമാലയും ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് 1907 അയ്യൻകാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. രൂപീകരിച്ച ആരാണ്? വ്യക്തിയരാണ് അയ്യൻകാളി. വർഷം 1907. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തതാര്? നിവർത്തന പ്രക്ഷോഭത്തില് പങ്കെടുക്കാത്ത വ്യക്തിയാണ് ചോദ്യം. മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. നിവർത്തന പ്രക്ഷോഭം വർഷം എന്നാണ്? 1932. നിവർത്തന പ്രക്ഷോഭം വർഷം 1932.
PSC രൂപീകരണത്തിലേക്ക് നയിച്ചതും നിവർത്തന പ്രക്ഷോഭമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത്? കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ ആണ്. ഓപ്ഷൻ ബി, തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി ആണ്. ഓപ്ഷൻ സി. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് നിലവില് നരേന്ദ്രമോദി. സിഇഒ ആരാ നിലവിലെ? BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഏതാ ഭേദഗതി? 86. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഈ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 21A. ഇപ്പൊ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. അത് ഏത് ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? 2002 86 ഭേദഗതിയിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള സിംഹം ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജയാണ്. ഒന്നാം പഴശ്ശി കലാപം എന്തായിരുന്നു? 1793 മുതൽ 97 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. പഴശ്ശി കലാപം നേതൃത്വം നൽകിയ കുറിച്യരുടെ തലവൻ ആരായിരുന്നു? പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ തലവൻ തലയ്ക്കൽ ചന്തു. പഴശ്ശി കലാപത്തില് പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. അടുത്ത ക്വസ്റ്റ്യൻ. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര്? SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ. ആരാണ്? കുമാരനാശാനാണ്. ആജീവനാന്ത പ്രസിഡന്റ് ആയിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപുവുമായിരുന്നു.